ശ്രീ അനിൽ വിളയിൽ, എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, താങ്കൾ ഉൾപ്പെടെ എല്ലാവരും, അല്ലെങ്കിൽ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ശബരിമലയിൽ നടത്തിയ ആഗോള അയ്യപ്പ തട്ടിപ്പ് സംഗമത്തിന്റെ പേരില് കോടിക്കണക്കിന് രൂപ ആരൊക്കെയോ ചേർന്ന് മുക്കിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും, അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും വിശ്വസിച്ചു കഴിഞ്ഞു. ഇനിയും സംഖ്യാത്മകമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം. 5 കോടിയാണോ വെട്ടിച്ചത്, 6 കോടിയാണോ, 3 കോടിയാണോ എന്നുള്ളതിൽ മാത്രമേ തർക്കമുള്ളൂ. അല്ല, അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ശ്രീ അനിൽ വിളയിൽ? ഇതിപ്പോൾ കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴും പറയുന്നത് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണം ഇത്രയും കൊടുത്തിട്ടില്ല എന്നാണല്ലോ. പക്ഷെ ഓഡിറ്റ് റിപ്പോർട്ട് അതേപടി വെളിയിൽ വന്നാൽ മാത്രമല്ലേ ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റുകയുള്ളൂ. അല്ല, നമ്മൾ ഈ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അതില്ല, ആ ഭാഗമില്ല. എത്ര ചെലവായി, എത്ര വരവ് വന്നു, ആ വിവരം അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടില്ല. ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. സംഖ്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനുണ്ടോ കൊടുക്കാനില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മാറ്റിവെക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വലിയ ആഗോള തട്ടിപ്പ് ഈ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നു എന്നുള്ള വാസ്തവം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇക്കാര്യത്തിൽ. 4 കൂട്ടരെയാണ് ഈ അയ്യപ്പ ആഗോള സംഗമത്തിന്റെ മറവില് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും പറ്റിച്ചിട്ടുള്ളത്. ആരെയൊക്കെയാണ്? ഒന്നാമത് അയ്യപ്പ ഭഗവാനെയാണ്. 2 ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികളെയാണ്. 3 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. 4 കേരള നിയമസഭയാണ്. ഈ 4 കൂട്ടരെയും പറ്റിക്കാനുള്ള ആർജവം ഇവർക്കുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ തട്ടിക്കാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. ഈ ദേവസ്വം ബോർഡിൽ നടക്കുന്ന, കഴിഞ്ഞ കുറെ ഏറെ കാലമായി നടക്കുന്ന കള്ളങ്ങളുടെയും കൊള്ളകളുടെയും ഒക്കെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കുന്ന മുരാരി ബാബുവിന്റെ കൂട്ടുള്ള ചില മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ് ഈ കള്ളക്കണക്കൊക്കെ ശരിയാക്കി കൊടുക്കുന്നത്. ഈ കണക്ക് ശരിയാക്കാൻ താമസിച്ചതും ഈ കണക്ക് ശരിയാക്കി വന്നപ്പോൾ തെറ്റുപറ്റിയതിന്റെ കാരണം ഈ കള്ളക്കണക്ക് തയ്യാറാക്കേണ്ട പ്രമുഖ വ്യക്തികളെല്ലാം ഈ സമയത്ത് ജയിലിലായി പോയത് കൊണ്ട് തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കണം. ഇവരൊക്കെ ജയിലിലായിപ്പോയി, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അബദ്ധം പറ്റിക്കൊണ്ടുള്ള കണക്കൊന്നും വരുത്തില്ലായിരുന്നു. ഈ അയ്യപ്പ സംഗമം ആഗോള തലത്തിൽ സംഘടിപ്പിച്ച എന്തിനാണ്? ഈ അടുത്ത സമയത്ത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഒരു തുടർഭരണം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി പാവങ്ങൾ എന്ന് പറയുന്ന വാക്ക് കേരളത്തിലെ മലയാളത്തിലെ ഡിക്ഷണറിയിൽ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു പരിധിയിൽ അതിന്റെ ആദ്യ പടി വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പാവങ്ങളായ നേതാക്കന്മാരില്ലാത്ത പാർട്ടിയാക്കി CPM-നെ മാറ്റുക എന്നുള്ള ലക്ഷ്യം ഒരു പരിധി വരെ ഈ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ഏത് രീതിയിലൊക്കെയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്? ആഹാരത്തിൽ തട്ടിപ്പ് നടത്തി, കിടക്കയിൽ തട്ടിപ്പ് നടത്തി, അതുപോലെ തന്നെ കലാപരിപാടികളിൽ തട്ടിപ്പ് നടത്തി, ഡീസലിൽ തട്ടിപ്പ് നടത്തി, സർവ്വ മേഖലകളിലും തട്ടിപ്പ് നടത്തി. 3000 പ്രതിനിധികൾ ഉണ്ടാവുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പലതവണ പറഞ്ഞു. പക്ഷെ പ്രതിനിധികളുടെ എണ്ണം ഇത് വെച്ച് നോക്കുമ്പോൾ, ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ 500 മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്. നമ്മളൊരു 8 കോടി രൂപയുടെ ഒരു സംഭവമാണ് നടന്നതെന്ന് കരുതുകയാണെങ്കിൽ 500 പ്രതിനിധികൾക്ക് വേണ്ടി, ഒരു പ്രതിനിധിക്ക് വേണ്ടി ചെലവാക്കിയ തുക എന്ന് പറയുന്നത് 1,60,000 രൂപയാണ്. 8 കോടിയെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,60,000 രൂപ ഒരാൾക്ക് വേണ്ടി. ഈ വന്ന പ്രതിനിധികൾ താമസിച്ചത് എവിടാണ്? മൂന്നാറിലും അതുപോലെ തന്നെ നമ്മുടെ ഈ കോട്ടയത്തിനടുത്തുള്ള സ്ഥലത്തുമാണ് താമസിച്ചത്. കുമരകത്തുമാണ് താമസിച്ചത്. അത് മാത്രമല്ല, ഞാൻ ആദ്യം 37,000 എന്ന് തെറ്റിച്ച് പറഞ്ഞു കേട്ടോ. 37,000 അല്ല, 37 ലക്ഷത്തി, അല്ലല്ല, ഞാൻ പറഞ്ഞ 37 അതിന്റെ കണക്കുണ്ട്. 37,25,752 രൂപയാണ് ഈ ഹോട്ടൽ അക്കോമഡേഷൻ ചെലവ് എന്ന് പറയുന്നത്. 37,25,752. അത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ബില്ല് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ഒരു ചെലവുമില്ല എന്ന് ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചിട്ടാണ് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ ഈ 37,25,752 37,452 രൂപയും സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ്. 25,300 രൂപ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിലും. ഇതാണ് ഹോട്ടൽ ചെലവിന്റെ ബില്ലിംഗ് ഡീറ്റെയിൽസ്. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയും ദൂർത്ത് കാണിച്ചുകൊണ്ട് ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു രാത്രിയിൽ പമ്പയിൽ തങ്ങിയതിന് ആവശ്യമായ ചെലവ് എത്രയാണ്? ഈ കേരള സമൂഹം ഇന്ന് ആർത്തി ചിരിക്കുകയും അപമാനത്താൽ തല താഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമായി ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണഭൂതൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇനിയും കണക്കുകൾ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് വരുമ്പോൾ പമ്പയിൽ അദ്ദേഹം താമസിച്ച മുറിയിൽ ഇനി നെയ്മീൻ വിളമ്പിയോ എന്നുള്ളതിനെ പറ്റി കൂടി അന്വേഷണം നടക്കേണ്ടി വരും. ചിലപ്പോൾ അദ്ദേഹത്തിന് അതില്ലെങ്കിൽ പിണക്കം വരുമോ, ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന് ഏതെങ്കിലും നേതാവിന് തോന്നിയിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ നെയ്മീൻ പോലും അദ്ദേഹത്തിന് തലേ ദിവസം രാത്രിയിൽ അവിടെ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
അതുണ്ടായിരുന്നില്ല. അവിടെ പഴയടത്തിന് തന്നെയായിരുന്നു. അത് തലേദിവസം രാത്രിയിലും അങ്ങനെയായിരുന്നു, അന്ന് രാവിലെയും അങ്ങനെയായിരുന്നു, ഉച്ചയ്ക്കും പഴയടത്തിന്റെ ആയിരുന്നു. പഴയടത്തിന്റേതായാലും ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലാണെങ്കിലും തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ കൊള്ളക്കാർക്ക് വേണ്ടി കൊള്ളക്കാരാൽ നടത്തപ്പെട്ട കൊള്ളക്കാരുടെ ഒരു സംഗമമായിരുന്നു പമ്പയിൽ നടത്തിയത്. 50 നമ്പർ കിടക്കയുടെ കാര്യം പറയുന്നത്, കിടക്കയ്ക്കായിട്ട് 1,73,000 ഇൻക്ലൂഡിംഗ് GST ആണ്. പക്ഷെ അത് ജോയിന്റ് മെഷർമെന്റ് ഷീറ്റിൽ ഇല്ല എന്നുള്ള കാര്യവും അത് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. 50 ബെഡുകൾക്ക് 1,73,000 രൂപ അതും ഇതിൽ വരവെച്ചിട്ടുണ്ട്. അതേ മഞ്ജുഷ, ഞാനതാ പറഞ്ഞു വന്നത്. കുറച്ചു നാളിന് മുമ്പ് കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം കൂടെ ഒരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ആ ബസ്സിന്റെ സൗകര്യങ്ങളെ പറ്റി AK ബാലൻ പറഞ്ഞ എന്താണ്, അത് മ്യൂസിയത്തിൽ സൂക്ഷിക്കാൻ പറ്റിയ രീതിയിലുള്ള സംവിധാനമാണ്. അതേപോലെ തന്നെ ആയിരിക്കണം ഈ ഒരു കട്ടിൽ കുറെ കാലം കഴിയുമ്പോൾ ലേലം വിളിച്ചോ അല്ലെങ്കിൽ മ്യൂസിയത്തിൽ സൂക്ഷിക്കാനോ പര്യാപ്തമായ രീതിയിൽ കൃത്യമായി അത്രമാത്രം മനോഹരമായ ഒരു കട്ടിലായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.